ലോജിക് മൈൻഡിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ പങ്ക്തിയിൽ നമ്മൾ ബൈബിളും ഇസ്ലാം മതഗ്രന്ഥമായ ഖുർആനും തമ്മിലുള്ള സമാനതകളെക്കുറിച്ചാണ് ചിന്തിച്ചത്. ഒരു കാര്യം വളരെ വ്യക്തമായി ഞാൻ ഈ പങ്ക്തിയിൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ബൈബിൾ കോപ്പി അടിച്ചല്ല ഖുർആൻ ഉണ്ടാക്കിയത്. അങ്ങനെ ഞാൻ അവകാശപ്പെട്ടിട്ടുമില്ല, പറഞ്ഞിട്ടുമില്ല. ബൈബിളിലെ പല വിവരങ്ങളും സമാനമായ രീതിയിൽ കൂടി ഖുർആനിൽ കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു വസ്തുനിഷ്ഠമായ കഥനം. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ബൈബിളിലെ ഏകദൈവ വിശ്വാസവും ഖുർആനിലെ ഏകദൈവ വിശ്വാസവും സമാനമാണ്. ഈ രണ്ട് മതങ്ങളും മിഡിൽ ഈസ്റ്റിൽ, മധ്യധരണ്യ ആഴിക്കടലിൽ, ആ ഏരിയയിൽ, ആ ഭാഗത്ത് ഒരുമിച്ച് രൂപം കൊണ്ടതാണ്. എന്നാൽ കാലത്തിന് വളരെ വ്യത്യാസമുണ്ട്. ബൈബിൾ അനുസരിച്ച് പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തി മുതൽ മൂസാ നബി, അതായത് മോശ വരേക്കും 2000 വർഷം, മോശ മുതൽ ജീസസ് വരേക്കും 2000 വർഷം, ജീസസ് മുതൽ ഇപ്പോൾ വരേക്കുള്ള കാലഘട്ടം. ജീസസ് ജനിച്ചു, മരിച്ചു, ജീസസിൻ്റെ സ്വർഗാരോഹണമൊക്കെ കഴിഞ്ഞു. അതായത് AD ഏകദേശം 400-ലാണ് ഖുർആൻ എഴുതപ്പെട്ടതായി ചരിത്രം പറയുന്നത്. അപ്പോഴേ ഒരു നിലനിന്നിരുന്നതായ യഹൂദന്മാരുടെ പുസ്തകങ്ങളിൽ പലതും നിലനിന്നിരുന്നതാണ് ഈ പെന്ററ്റ്യൂക്ക് അഥവാ തോറ, ആദ്യത്തെ 5 പുസ്തകം, സങ്കീർത്തനങ്ങൾ, പിന്നെ ജീസസിൻ്റെ ഭൂമിയിലെ മനുഷ്യാവതാരത്തിന് ശേഷം ഉണ്ടായ ഇഞ്ചൽസ് അഥവാ സുവിശേഷം. ഈ ഏകദൈവ വിശ്വാസം, അടിമ ഉടമ സമ്പ്രദായം, ഇതെല്ലാം പഴയ നിയമത്തിലെ ലേവ്യ പുസ്തകത്തിൽ വ്യക്തമായി യഹൂദന്മാരുടെ പുസ്തകമായ പെന്ററ്റ്യൂക്കിൽ അഥവാ തോറയിൽ പറഞ്ഞിട്ടുണ്ട്. ആ സമ്പ്രദായങ്ങൾ ഇസ്ലാം മതഗ്രന്ഥമായ ഖുർആനിലും ആവർത്തിക്കപ്പെട്ടിട്ടുണ്ട്. അവർ അത് സ്വീകാര്യമാക്കിയിട്ടുണ്ട്. ഒരേ പ്രദേശത്തുണ്ടായ രണ്ട് മതങ്ങളിൽ ഒരേ വിധത്തിലുള്ള സംഹിതകൾ വരിക എന്നുള്ളത് സാമാന്യ യുക്തിക്ക് ചിന്തിച്ചാൽ എവിടെ നിന്നെങ്കിലും കുറേ കോപ്പി അടിക്കാതെ ഇങ്ങനെ വരത്തില്ല. 1. 2, ഇസ്ലാം മതം എന്ന മതം ഉണ്ടായിട്ട് തന്നെ ഇപ്പോൾ ഏതാണ്ട് 1400 വർഷം, 1500 വർഷമേ ആകുന്നുള്ളൂ. മറ്റുള്ള മതങ്ങൾ, അതായത് യഹൂദ മതം ഉണ്ടായിട്ട് കണക്കിനാണെങ്കിൽ ഇപ്പോൾ 6000 വർഷത്തിൽ കൂടുതലായി, ക്രിസ്ത്യൻ മതം ഉണ്ടായിട്ടാണെങ്കിൽ 2000 വർഷത്തിൽ കൂടുതലായി. അപ്പോൾ ഈ രണ്ട് ഗ്രന്ഥങ്ങളുടെയും ഇവരുടെ അടിസ്ഥാന ഗ്രന്ഥങ്ങളിൽ നിന്ന് വളർത്തി എടുക്കപ്പെട്ടു എന്ന് നമുക്ക് അനുമാനിക്കാവുന്ന പുസ്തകങ്ങളാണ് ഖുർആനിലുള്ളത്. എനിക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത്, എന്തുകൊണ്ട് മതഭേദങ്ങളും മതദൈവങ്ങളും പൊതുവിൽ ലോകത്തിലുണ്ടായി? ഒരു ഭാഗം വളരെ വ്യക്തമാണ്. പുരുഷൻ, സ്ത്രീ, ഈ രണ്ട് സ്പീഷീസ്, ഈ രണ്ട് ജീവികൾ പരിണാമത്തിൽ കൂടി ഉടലെടുത്ത് കഴിഞ്ഞപ്പോൾ സമാനത, സ്വാതന്ത്ര്യം, തുല്യത ഇവ സ്ത്രീക്ക് കൊടുക്കാൻ കഴിയാതെ സ്വാർത്ഥതയിൽ സ്ത്രീയെ തളച്ചിടാൻ വേണ്ടി മാത്രമാണ് ദൈവങ്ങളും വേദങ്ങളും ഉണ്ടായത്. കാരണം പുരുഷ മേധാവിത്വത്തിൽ അടിസ്ഥാനപ്പെടുത്തിയാണ് എല്ലാ മതഗ്രന്ഥങ്ങളും എഴുതിയിരിക്കുന്നത് എല്ലാം 90% പുരുഷന്മാർ മാത്രമാണ്. അതിലെ പ്രധാന വ്യക്തികളെല്ലാം പുരുഷന്മാരാണ്. അതിലെ മാലാഖമാരെല്ലാം പുരുഷന്മാരാണ്. അതിലെ പ്രവാചകന്മാർ നല്ലൊരു പങ്കും പുരുഷന്മാരാണ്. അവരുടെ താല്പര്യങ്ങളെ മാത്രം മുൻനിർത്തിക്കൊണ്ട് അവരുടെ ഇഷ്ടങ്ങളെ മാത്രം അനുവർത്തിക്കുവാൻ എഴുതപ്പെട്ട ഒരു പുസ്തകമായിട്ടാണ് ഞാൻ ഈ മതഭേദങ്ങളെ പൊതുവിൽ കാണുന്നത്. അത് ഇസ്ലാം മതമായാലും ഹിന്ദു മതമായാലും ക്രിസ്ത്യൻ മതമായാലും പേഗനിസമായാലും ഇതിലെല്ലാം ബാധകമാവുക. സ്ത്രീക്ക് വിലക്കുകളും ഭ്രഷ്ടുകളും കൽപ്പിച്ച മതങ്ങൾ മാത്രമേ ഉള്ളൂ. പരിണാമത്തിൽ കൂടി ഉരുത്തിറങ്ങിയ രണ്ട് ജീവികളിൽ ഒരു ജീവിയെ എന്തുകൊണ്ട് ഒറ്റപ്പെടുത്തുന്നു, എന്തുകൊണ്ട് മാറ്റി നിർത്തുന്നു, എന്തുകൊണ്ട് അവൾക്ക് സ്വാതന്ത്ര്യവും തുല്യതയും കൊടുക്കുന്നില്ല?
സാമാന്യ യുക്തിക്ക് ചിന്തിക്കാൻ സാധിക്കുന്ന ഒരു വിഷയമാണ്. എന്നാൽ അതിന് അവർ കണ്ടുപിടിച്ചൊരു മാർഗമാണ് ദൈവത്തെ പ്രതിഷ്ഠിക്കുക. ദൈവം പറഞ്ഞിരിക്കുന്നു, നീ അബലയാണ്, നിനക്ക് പരിമിതികളുണ്ട്, നീ ഇവിടെ അശുദ്ധമാണ്, നിനക്കിത് പാടില്ല, നിനക്കത് പാടില്ല. പുരുഷൻ്റെ വാസ്തവത്തിൽ ലൈംഗികമായ ഫെറ്റീഷ്, അവൻ്റെ സ്വപ്നത്തിൽ ഉള്ളതായ ചില ചപലതകൾ, അവൻ്റെ സ്വപ്നത്തിൽ ഉള്ളതായ ചില ചിന്തകൾ, അതിനെ സാധൂകരിക്കാൻ അവൻ സ്ത്രീക്ക് സ്വാതന്ത്ര്യം കൊടുക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് അവർ ദൈവത്തെ കൂട്ടുപിടിച്ച് മാത്രമല്ല, അവർ ദൈവത്തെ കൂട്ടുപിടിച്ച് അവർ ചില നിയമങ്ങളും സംവിധാനങ്ങളും എഴുതി ചേർത്തു. സ്ത്രീ ഋതുമതിയായാൽ അവൾ അശുദ്ധമാണ്, സ്ത്രീ പ്രസവിച്ചാൽ അവൾ അശുദ്ധമാണ്, അവളുടെ സ്വരം വെളിയിൽ കേൾക്കാൻ പാടില്ല. ബൈബിളിൽ ഉടനീളം കാണാനൊക്കുന്ന സമ്പ്രദായമാണത്. അതുകൂടാതെ അതേ സംഹിതകളിലെ സമാനമായ എഴുത്തുകളും പെരുമാറ്റങ്ങളുമാണ് ഖുറാനിലുണ്ടായിരുന്നത്. ഖുറാനിൽ സ്ത്രീയെ കുറച്ചുകൂടി താഴ്ന്ന നിലയിലാണ് കാണിച്ചിരിക്കുന്നത്. അതായത് ഞാൻ ആദ്യത്തെ ഒരു എപ്പിസോഡിൽ പറഞ്ഞായിരുന്നു, മനുഷ്യനെ സൃഷ്ടിച്ച ദൈവം, ബൈബിളിലെ ദൈവം ആദ്യമേ സൃഷ്ടിച്ചത് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 27-ാം വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്, തൻ്റെ രൂപത്തിന് സാദൃശ്യത്തിനും അവർ മനുഷ്യനെ സൃഷ്ടിച്ചു, ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു. 2-ാം അധ്യായത്തിൽ മനുഷ്യൻ ഏകനായിരിക്കുന്ന ഒന്നല്ല, ഭയങ്കര കോൺട്രഡിക്ഷനാണ്. ഈ ബൈബിളിൻ്റെ ആധികാരികത എന്ന് പറയുന്നത്, ഞാനിപ്പോഴും പറയാറുണ്ട്, യെശയ്യാപ്രവചനത്തിൽ പറയുന്ന ഒരു ഭാഗമുണ്ട്, യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിച്ചു നോക്കുകയും അവയിലൊന്നും കാണാതിരിക്കുകയില്ല, അവയിലൊന്നിനും ഇണയില്ലാതിരിക്കുകയില്ല, അവൻ്റെ വായിലോ കൽപ്പിച്ചത് അവൻ്റെ ആത്മാവത്തെ കൂട്ടി വരുത്തിയത്. പത്രോസ് എഴുതിയ ലേഖനത്തിൽ പറയുന്നുണ്ട്, ഈ വേദപുസ്തക വചനങ്ങൾ പരിശുദ്ധാത്മാവിനാൽ നിയോഗിതമായി എഴുതപ്പെട്ടതാണെന്ന് പറയുന്നുണ്ട്. അപ്പം ഇത് ദൈവത്തിൻ്റെ പുസ്തകമാണെന്ന് പലയിടത്തും പറഞ്ഞിരിക്കുന്നതിന് യാതൊരു അടിസ്ഥാനവുമില്ലാത്തതും യാതൊരു മാന്യതയുമില്ലാത്തതായ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഇസ്ലാം മതത്തിൽ ഉണ്ടായ ന്യൂനതകൾ പറയുന്നതിന് മുമ്പായി ക്രിസ്തീയ മതം അഥവാ യഹൂദ മതത്തിൽ ദൈവം രണ്ടാമതൊരു സൃഷ്ടി നടത്തിയതായിട്ട്, രണ്ടാമത് സൃഷ്ടി എന്ന് പറയുന്നില്ല, രണ്ടാമത് സൃഷ്ടി നടത്തിയായിട്ട് ബുദ്ധിയുള്ളവർക്ക് യുക്തിയുള്ളവർക്ക് ചിന്തിക്കാൻ സാധിക്കും. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൽ പറയുന്നത്, മനുഷ്യൻ ഏകനായിരിക്കും, നന്നല്ല, ദൈവം കണ്ടു, അവൻ്റെ വാരിയിൽ ചവിട്ടി ഊരി, അതെ ദേശം പിടിപ്പിച്ചു, പിന്നെ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു. ആദ്യത്തെ സ്ത്രീ എവിടെയെന്ന് പറയാൻ ബൈബിൾ എഴുതിയ ഒരു വിഡ്ഢിക്കും സാധിക്കുകയില്ല എന്ന് തുറന്നു പറയാം. ഖുറാനിൽ വന്നപ്പോൾ കുറച്ചുകൂടി വിശിഷ്ടമായിട്ടായിരിക്കുന്നത്, മുകളിലത്തെ വാരിയല് കൊണ്ടാണ് അവൻ പെണ്ണിനെ ഉണ്ടാക്കിയിരിക്കുന്നത്. ആരുടെ? അല്ലാഹുവേ. അവൾക്ക് പരിമിതികൾ കൊടുത്തു. ഞാൻ ചോദിക്കുന്നത്, ഞാൻ എപ്പോഴും പറയാറുള്ള ഭാഷ, ദൈവം എന്ന ആ എൻറ്റിറ്റി, ആ ഒരു ശക്തി, അത് ആ ഒരു പ്രതിഭയെക്കുറിച്ച് സാധാരണ അവബോധമില്ലാത്തതായ ജനം അവലോകനം ചെയ്യാതെയാണ് ഓരോ കാര്യങ്ങളും സംസാരിക്കുന്നത്. സകലത്തിനും മതിയായപ്പെട്ട, സകലവും തികഞ്ഞ ത്രികാലജ്ഞാനിയായ ഒരു എൻറ്റിറ്റി അഥവാ ഒരു പ്രതിഭാസമാണ്, അല്ലെങ്കിൽ പ്രതിഭയാണ് ഈ ദൈവം എന്ന ശക്തി അഥവാ വ്യക്തി. നമ്മളെല്ലായിടത്തും കാണുന്നുണ്ട് ദൈവം എന്ന ഒരു ശക്തിയെക്കുറിച്ച്, പക്ഷേ അത് വ്യക്തിയായിട്ടാണ് എല്ലാ മതങ്ങളിലും നിലകൊള്ളുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇസ്ലാം മതത്തിൽ പറഞ്ഞിരിക്കുന്നത്, സ്ത്രീയെ അവരുപമിച്ചിരിക്കുന്നത് ഭൂമിക്ക് സമാനമാണ്. നിങ്ങൾ ഭൂമിയിൽ വെട്ടുകയോ കിളയ്ക്കുകയോ അതിൽ കുഴിക്കുകയോ എന്തു വേണേലും നിങ്ങൾക്കാകാം. അത് ഭൂമി നിങ്ങളുടെ നേരെ നിന്നച്ചും, ഏയ് നിങ്ങളെന്താണ് എന്നെ വെട്ടിയത്, എനിക്ക് നോവുന്നുണ്ടല്ലോ, നിങ്ങളെന്താണ് എന്നെ കുഴിച്ചത്, എനിക്ക് വേദനിക്കുന്നുണ്ടല്ലോ, എനിക്ക് കണ്ണുനീർ വാർക്കാനുണ്ടല്ലോ എന്നൊരിക്കലും ഭൂമി നിങ്ങളോട് കംപ്ലൈൻറ്റ് ചെയ്യുകയില്ല, നിങ്ങളുടെ പരാതികളൊന്നും പറയില്ല. മറിച്ച് എല്ലാം, നമ്മൾ മലയാളത്തിൽ തന്നെ പറയുന്നൊരു ഭാഷയുണ്ട്, ഭൂമിയോളം ക്ഷമിക്കുക. ആ ഭൂമിയോളം ക്ഷമിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഭൂമിയോളം സഹിക്കുക. സഹനം വരുമ്പോൾ മാത്രമേ ക്ഷമയുണ്ടാകുന്നുള്ളൂ. അപ്പോൾ വളരെ വ്യക്തമായൊരു കാര്യം കാണിക്കുന്നതെന്ന് വെച്ചാൽ, ഭൂമി നിങ്ങൾ അത് വിളനിലമാണ്, നിനക്ക് കയറി മേയാം, എതിലൂടെ വേണേലും മേയാം. എൻ്റെ ഫേസ്ബുക്കിൻ്റെ ഫ്രണ്ട് പേജിൽ കിടപ്പുണ്ട് ഒരു മൗലവി പറയുന്നതായ ചില ഭാഷകൾ.
അതാണ് മക്കളെ ഖുർആൻ പറയുന്നത്. സ്ത്രീ വിളനിലമാണ്. വാസ്തവത്തിൽ നിങ്ങൾക്ക് ലജ്ജയില്ലല്ലോ എന്നാ ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് ലജ്ജയില്ലേ? നിങ്ങളുടെ ലൈംഗികമായ ഉത്തേജനത്തിനും ലൈംഗികമായ സ്വപ്നങ്ങളും സാക്ഷാത്കരിക്കുവാൻ ഒരു പെണ്ണിനെ നിങ്ങൾക്ക് കൂടിയേ കഴിയും. അവളുടെ സമത്വമോ സ്വാതന്ത്ര്യമോ അവളുടെ അവകാശമോ ചോദിക്കാതിരിക്കാൻ അവളെ ചവിട്ടി താഴ്ത്തി ഭൂമിയേക്കാൾ താഴ്ത്തിയാണ് നിങ്ങൾ അവളെ പരിപാലിക്കുന്നത്. എവിടെ പരിപാലനം? അവളെ തല്ലാം. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു 5 കാരണത്തിൽ ഒരു സ്ത്രീയെ തല്ലാൻ പുരുഷന് അധികാരം ഖുറാനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങളെ തിരിച്ചു തല്ലിയാലോ? ഈ പറയപ്പെടുന്ന 5 കാരണങ്ങൾ കൊണ്ട് ഞാൻ ഉണ്ടാക്കിയ ഒരു ദൈവവും എൻ്റെ മതത്തിൽ നിന്നുകൊണ്ട് പറയാണ്, ഈ 5 കാരണങ്ങൾ കൊണ്ട് തിരിച്ച് പുരുഷനെ തല്ല. അവനെ കൂടെ കിടക്കാൻ വിളിച്ച് വന്നില്ല, അവൻ്റെ കാരണം കുറ്റിക്കിട്ട് പൊട്ടിക്കാം. അവൻ സെക്സ് ചെയ്ത് കേട്ട് കുളിച്ചിട്ട് അവനെ തല്ല. അല്ല, എൻ്റെ അനുമതി കൂടാതെ അവൻ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ അവനെ എനിക്ക് തല്ല. അവൻ ഞാൻ പറയുന്നതനുസരിച്ച് ഞാൻ എൻ്റെ വിശ്വാസത്തിലുള്ള ദൈവത്തെ വിശ്വസിച്ച് നിസ്കരിച്ചില്ലെങ്കിൽ എനിക്ക് തല്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ പറയുമ്പോൾ അവൻ തുണി പറിച്ച് കാണിച്ചിരിക്കാൻ തല്ല. ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടുള്ള ഒരു മതത്തിലാണ് അവൾ വിശ്വസിക്കുന്നതും അത് നിങ്ങളും വിശ്വസിക്കുകയാണെങ്കിൽ നിങ്ങൾ സമ്മതിക്കുമോ? നിങ്ങളെ തല്ല, നിങ്ങളെ അങ്ങനെ അബ്യൂസ് ചെയ്യാൻ നിങ്ങൾ സമ്മതിക്കുമോ? അപ്പോൾ മനഃപൂർവം സ്ത്രീയെ അടിമയാക്കി വയ്ക്കുവാൻ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 2 പുസ്തകത്തിൽ ഒരുപോലെയുണ്ട്. എല്ലാവർക്കും ഒന്നിലധികം ഭാര്യമാർ. ഒരു പുരുഷന് പുരുഷപ്രാപ്തി തെളിയിക്കുവാൻ അല്ലെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നതായ ലൈംഗികമായ സന്തോഷത്തിന് ഒരു പങ്കാളി മതി എങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ സ്ത്രീക്ക് ആ സ്വാതന്ത്ര്യം കൊടുക്കുന്നില്ല? ഒരു പുരുഷന് ഒരു പങ്കാളി മതി, അപ്പോൾ സ്ത്രീക്ക് ഒരു പങ്കാളി മതി. പുരുഷന് ഒന്നിൽ കൂടുതൽ പങ്കാളികൾ വേണമെങ്കിൽ ഒരു സ്ത്രീക്ക് അതിൽ കൂടുതൽ പങ്കാളികളായുള്ള തെറ്റെന്താണ്? നിങ്ങളൊന്ന് പറഞ്ഞു തരിക. അപ്പോൾ ഒന്നിൽ എനിക്ക് തരുന്ന സുഖം, ഞാൻ കാണുന്നതായ സ്ത്രീ, എന്നെ കാണുന്നതായ സ്ത്രീ ആ കണ്ണുകൊണ്ട് വേറൊരാളെ കാണുകയോ അവളെ വേറൊരാളെ മോഹിക്കുകയോ അവൾ വേറൊരാളോട് ശയിക്കുകയോ ആ സുഖം അവൾക്ക് കിട്ടുമോ കൊടുക്കാതിരിക്കുമോ? എന്താണ്, എവിടെയാണ് പോകുന്നതെന്ന് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. നിങ്ങളെല്ലാവരും പറയും സ്നേഹത്തിൻ്റെ മതമാണ്, സൗഹാർദ്ദത്തിൻ്റെ മതമാണ്, ഞങ്ങൾ സമത്വത്തിൻ്റെ മതമാണ്, സ്വാതന്ത്ര്യത്തിൻ്റെ മതമാണെന്ന് പറഞ്ഞാൽ എവിടെയാണ് നിങ്ങളുടെ സ്വാതന്ത്ര്യം എന്ന് എനിക്ക് മനസ്സിലാക്കില്ല ഇതുവരേക്കും. അതിപ്പോൾ ഇസ്ലാമിൽ നിന്നല്ല, ഈ യഹൂദ മതത്തിൽ അല്ലെങ്കിൽ ക്രിസ്ത്യൻ മതത്തിലാണെങ്കിലും ഇത് വളരെയധികം റെസ്ട്രിക്റ്റഡാണ്. ക്രിസ്തീയ മതത്തിലാണെങ്കിൽ കൊരിന്ത്യർക്കെഴുതിയ ലേഖനത്തിൽ പറയുന്നുണ്ട്, സ്ത്രീ സഭയിൽ മൗനമായിരിക്കട്ടെ, സ്ത്രീ തലേ തുണിയിടണം. ഇതിനകത്ത് ആവശ്യം അവിടെ തല തുണിയിട്ട് തന്നെ. അമേരിക്കയിലുള്ള പെണ്ണുങ്ങൾ രസമായിട്ട് ബോബൊക്കെ ചെയ്ത് ക്രാപ്പൊക്കെ ചെയ്ത് അവർ തുണി നിട്ടിട്ടൊന്നുമല്ല പള്ളിയിൽ പോകുന്നത്. എന്തുകൊണ്ടാണ് പ്രശ്നമില്ലാത്തത്? അവളുടെ ദൈവത്തിന് വേറെ വ്യത്യാസം വരണം. അപ്പോൾ വേറൊരു ഭാഗം ചിന്തിച്ച് നോക്കുക. ഇവിടെയുള്ള പ്രധാനപ്പെട്ട ആൾക്കാർ അവർക്കൊന്നിലധികം എന്താ പറയുന്നത് സെക്സ് പാർട്ട്നേഴ്സ് ആക്കാം. അത് പെണ്ണുങ്ങൾ, അതൊരു വലിയ മാന്യതയായിട്ടാണ് കിടക്കാക്കുന്നത്. ഒന്നിലധികം ഭാര്യമാരെ, ബഹുഭാര്യത്വം. പിന്നെ അടിമ പെണ്ണുങ്ങളെ ഇഷ്ടം പോലെ ഉപയോഗിക്കും. അത് ബൈബിളിലും അനുവദിക്കുന്നുണ്ട്, ഖുറാനെ കുറിച്ച് കൂടുതലാണ് അനുവദിക്കുന്നുണ്ട്. എന്തുകൊണ്ട് ഈ സ്വാതന്ത്ര്യം തുല്യ വ്യക്തിത്വമുള്ള സ്ത്രീക്ക് നിങ്ങൾ കൊടുക്കുന്നില്ല? ഇതൊന്നും ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് നെറ്റിച്ചൊടുങ്ങും. എന്നെ പുലഭ്യം പറയാൻ തോന്നും, പറഞ്ഞോളൂ. ഞാൻ എപ്പോഴും പറയുന്നൊരു ഭാഷയുണ്ട്, എനിക്ക് ഭയമില്ല. ഞാൻ 3 കാര്യങ്ങളിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവനാണ്. 1, സത്യത്തിന് വേണ്ടി നിലകൊള്ളും. 2, യുക്തിക്ക് വേണ്ടി നിലകൊള്ളും. 3, ലോകത്തിൽ ഒന്നിനെയും ഭയമില്ലാത്തൊരു സാധനമാണ് ഞാൻ. എനിക്ക് ഇപ്പോൾ ഈ എനിക്ക് നിൽപ്പി മരിക്കുന്ന കാര്യത്തിൽ പേടിയും ഭയമൊന്നുമില്ല. പക്ഷേ നിങ്ങൾ പറയുന്ന വാചകത്തിനോ പ്രവർത്തിക്കോ അല്പമെങ്കിലും മാന്യതയുണ്ടോ എന്ന് ചിന്തിക്കണം. വാസ്തവത്തിൽ ഖുറാനിനെ കുറിച്ച് ഞാൻ പഠിച്ചതും ഞാൻ മനസ്സിലായതും ഞാൻ കണ്ടതുമായ ഭാഗം സ്വാർത്ഥതയ്ക്ക് വേണ്ടി, തൻ്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വേണ്ടി
മുഹമ്മദ് കണ്ടെത്തിയ ഒരു വലിയ നമ്പർ 1 ഉടായിപ്പായിട്ട് ഞാനത് കാണുന്നത്. കാരണം പറയാനൊക്കുന്ന അള്ളാഹു എന്നെ അവിടെ കൊണ്ടുപോയി, അവിടെ എന്നെ അത് കാണിച്ചു. ഇപ്പം പറഞ്ഞു വന്നപ്പോഴത്തേനും അള്ളാഹു 7ാം ആകാശത്തിലിരിക്കുന്ന അള്ളാഹുവിൻ്റെ എനിക്ക് പോയിച്ച് വന്നതിൻ്റെ കണക്കും ഒക്കെ യുക്തിവാദികളായ പല വ്യക്തികളും പറയുമ്പോൾ വിശ്വാസികളെ പല ഇസ്ലാമിനും മറുപടി ഇല്ലാതെ വരുന്നുണ്ട്. പിന്നെ വാതിലടച്ചിട്ട് തുണി പൊക്കി കാണിച്ച് ഞാൻ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞ് സമർത്ഥിക്കുന്നതല്ലാതെ തക്കതായി തെളിവുകൾ കൊടുക്കാൻ സാധിക്കുന്നില്ല. കഴിഞ്ഞ ദിവസം ഒരാളെന്നോട് ചില കാര്യങ്ങളെക്കുറിച്ച് വാഗ്വാദത്തിന് വന്നു ചാറ്റിൽ. അപ്പോൾ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, ബൈബിളിനെ ഖുറാനെ വിമർശിക്കുന്ന ഒരു ഇസ്ലാം പണ്ഡിതനുണ്ട്, എൻ്റെ അറിവിൽ അദ്ദേഹം പണ്ഡിതനാണ്, നിങ്ങൾ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളൊന്ന് കേട്ടു നോക്കൂ എന്ന് പറഞ്ഞു. എനിക്ക് ആരുടെയും വീഡിയോ കേൾക്കണ്ട, എനിക്ക് ആരുടെയും പ്രസംഗം കേൾക്കണ്ട. അപ്പോൾ അയാൾ എനിക്കൊരു 3-4 ലിങ്ക് അയച്ചു എന്ന് വെച്ചാൽ, താങ്കൾ ഇതൊന്ന് കേട്ടു നോക്കുക, ഈ നബി എന്താ പറയുന്നത്, മുഹമ്മദ് അല്ല വേറെ ഏതോ നബിമാരെ പറഞ്ഞു. ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് ഞാൻ പറയുന്നത് കേൾക്കണം, നിങ്ങൾ പറയുന്നത് ഞാൻ എന്തിനു കേൾക്കണം? നിങ്ങൾ പറയുന്നത് മാത്രം ശരിയെന്ന് നിങ്ങൾ സമർത്ഥിക്കാൻ ശ്രമിക്കുമ്പോൾ ഞാൻ പറയുന്നത് മാത്രം ശരിയെന്നല്ല ഞാൻ സമർത്ഥിക്കുന്നത്. ഞാൻ സമർത്ഥിക്കുന്നത് യുക്തിപൂർവമായ തെളിവുകളോടുകൂടിയ വിഷയങ്ങളാണ്. മുഹമ്മദ് 6 വയസ്സുള്ള പെൺകുട്ടിയെ വിവാഹം കഴിച്ചത് ഇപ്പം പബ്ലിക് മീഡിയയിൽ തുറന്ന്, പണ്ടൊന്നും എഴുതാനൊക്കത്തില്ലായിരുന്നു, പറയാനൊക്കത്തില്ലായിരുന്നു. കഴുത്തെ തല കാണില്ലെങ്കിൽ ഇപ്പോഴും കാണുകയെന്നുള്ള കാര്യം സംശയമില്ല. സൗകര്യത്തിൽ കിട്ടിക്കഴിഞ്ഞാൽ എടുക്കും, അത് പ്രശ്നമില്ല. എന്നാൽ ഇപ്പോൾ വിമർശനങ്ങൾ വളരെയധികമായി. 6 വയസ്സ് പ്രായമുള്ള ഒരു കുട്ടിയെ വിവാഹം കഴിച്ചിട്ട് പറഞ്ഞു അള്ളാഹു നിയോഗിച്ചതാണ്, അള്ളാഹുവിൻ്റെ നിയോഗപ്രകാരമാണ് ഞാൻ വിവാഹം കഴിച്ചത്. അതിനെക്കുറിച്ചുള്ള വിമർശനങ്ങൾ പല വിധത്തിൽ കൂടി പലരും എഴുതി. മുസ്ലിം മത വിമർശകരെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ടീച്ചേഴ്സ്, അറബിക് ടീച്ചേഴ്സ്, അറബിക് പണ്ഡിതന്മാർ, മൗലവിമാർ എന്തുകൊണ്ട് വിശ്വാസത്തിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് ഇതിനെ വിമർശിക്കുന്നു? വിഷ്ണു മായ്മല എന്ന ഒരു നസറാണി ടൈറ്റിലിൽ ജനിച്ച ഞാൻ വിമർശിക്കുന്നതല്ലാതെ സ്വന്തം വിശ്വാസങ്ങൾ ശരിയാണെന്ന് കരുതിയിരുന്ന ഈ മതപണ്ഡിതന്മാർ അതേ മതത്തെ അതിൽ നിന്ന് പടവുകൾ താഴേക്ക് ഇറങ്ങുമെന്ന് എന്തുകൊണ്ട് വിമർശിക്കുന്നു എന്ന് നിങ്ങൾക്കൊന്ന് ചിന്തിക്കാവുന്ന വിഷയമാണ്. അന്ന് അങ്ങനെ നടത്തി. കഴിഞ്ഞ ദിവസം എനിക്കൊരു വാർത്ത കാണാനിടയായി. 6 വയസ്സ് പ്രായമുള്ളൊരു പെൺകുട്ടിയെ അഫ്ഗാനിസ്ഥാനിൽ 55 വയസ്സ് പ്രായമുള്ള ഒരു പുരുഷൻ വിവാഹം കഴിച്ചതിൻ്റെ അതിൻ്റെ ഒരു ക്ലിപ്പ് എനിക്ക് കിടപ്പുണ്ട്. ഉണ്ടെങ്കിൽ ഞാനത് പോസ്റ്റ് ചെയ്യാം, ഇല്ലെങ്കിൽ ഞാനത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യാം. ആരെങ്കിലും ആവശ്യപ്പെട്ടാൽ ഞാൻ അയച്ചു തരാം. ഇവരാരെയാണ് ഒരു മാതൃകാ പുരുഷൻ അഥവാ മെൻറ്റോറായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന? മുഹമ്മദ് നബിയോ? മുഹമ്മദ് നബി ഒരു മാതൃകാ പുരുഷനാണെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ മാത്രം വിഡ്ഢിത്തമുള്ള വിഡ്ഢികളാണ് ലോകത്തിലുള്ളതെങ്കിൽ അത് ശരിയാണ്. ചിന്തിക്കുമ്പോൾ യുക്തിപൂർണമായി ചിന്തിക്കണം. മുഹമ്മദ് വന്നിട്ടൊരു ഏറ്റവും വലിയ ബുദ്ധിപൂർവ്വം യുക്തിപൂർവമായ സംഭവം ചെയ്തത്, ഞാൻ അന്ത്യപ്രവാചകനാണ്, എനിക്ക് ശേഷം പ്രവാചകന്മാരാരും വരാനില്ല. അപ്പം അള്ളാഹു തന്നിരിക്കുന്ന ഈ ആയത്തുകളെല്ലാം അവസാന ആയത്തുകളായി. ഇനിയൊരു ആയത്തായിട്ടൊന്നും വരാനായിട്ടില്ല. ഇതിനിടയ്ക്ക് ഞാൻ സ്വല്പം വിശദമായിട്ട് പഠിക്കുമ്പോൾ ഷെയ്ഖ് എന്ന് പറയുന്നതായ ഒരു വംശം നിലനിൽക്കുന്നതായിട്ട് ഞാൻ മനസ്സിലാക്കി. വാസ്തവത്തിൽ ഞാനതിനെക്കുറിച്ച് എനിക്ക് വെളിയിൽ പറയാൻ കുറേ പരിമിതികൾ ഉണ്ടെങ്കിൽ കൂടി പറയുകയാണെങ്കിൽ, ഞാൻ പഠിച്ചതിനെ മനസ്സിലാക്കി പറയുകയാണെങ്കിൽ, അവർ വന്നിട്ട് ലോകത്തിൽ 2ാം ജന്മമെടുത്ത മുഹമ്മദുമാരാണ്. കാരണം മുഹമ്മദ് ഏതെല്ലാം വിധത്തിൽ കൂടി സ്ത്രീകളെ ദുർവിനിയോഗം ചെയ്തിരുന്നുവോ, ദുരുപയോഗം ചെയ്തിരുന്നുവോ, അത് ആവർത്തിച്ച് ചെയ്യുന്ന ഒരു വർഗമായിട്ടാണ് ഈ ഷെയ്ഖുമാരെ കുറിച്ച് ഞാൻ മനസ്സിലാക്കിയത്. എനിക്ക് ഞാൻ പറഞ്ഞല്ലേ, ചില സംഗതികളുടെ തെളിവുകൾ എനിക്ക് വെളിയിൽ സംസാരിക്കാനോ പറയാനോ സാധിക്കുന്നില്ല. ഞാൻ അതിനെക്കുറിച്ച് ദീർഘമായ ഒരു പഠനം തന്നെ നടത്തി. അപ്പം അവർ പറയുന്നു, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പ്രപഞ്ചത്തിൽ, ഈ ഭൂമി നിലനിൽക്കുന്നത്. നിങ്ങൾക്കുള്ളതെല്ലാം എനിക്ക് സമർപ്പിക്കണം, അല്ല എങ്കിൽ ഞാൻ ഈ പ്രപഞ്ചം വിട്ടുപോകും, നിങ്ങൾക്കുള്ള അനുഗ്രഹം നഷ്ടമാകും. മനുഷ്യനെ ഇപ്പോഴും വിഡ്ഢിവേഷം കെട്ടിക്കുന്ന ഒരു സമ്പ്രദായമാണ് ഈ അനുഗ്രഹവും ശാപവും എന്താ പറയുന്നത് സംഭവങ്ങളൊക്കെ. വാസ്തവത്തിൽ എന്തെങ്കിലും അടിസ്ഥാനം ഉണ്ടാവും. എന്നെ ഒന്ന് ശപിക്കുക ആരെങ്കിലും, എനിക്കൊരു യുദ്ധം സംഭവിക്കുന്നത് ഞാൻ ധൈര്യമായിട്ട് പറയാം.
എന്നെ ഒന്ന് കൂടോത്രം ചെയ്ത് ഒതുക്കാമെന്ന് നോക്കാം. നിങ്ങളെ കൊണ്ട് സാധ്യമല്ല എന്ന് ഞാൻ വെല്ലുവിളിക്കാം. നിങ്ങൾക്ക് എൻ്റെ മുമ്പിലിരുന്ന് കൂടോത്രം ചെയ്താൽ ഒരുപക്ഷെ മുതുകാടിനെ പോലെയോ അല്ലെങ്കിൽ സർക്കാരിനെ പോലെയോ ഉള്ള മജീഷ്യൻസ് കാണിക്കുന്ന കൺകെട്ട് വിദ്യ കാണിക്കാനല്ലാതെ നിങ്ങൾ പറയുന്നതായ മന്ത്രങ്ങളോ തന്ത്രങ്ങളോ കൊണ്ട് നിങ്ങൾക്ക് എന്നെ തളച്ചിടാനാവില്ല എന്ന് ഞാൻ വസ്തുനിഷ്ഠമായിട്ട് പറയാൻ എന്നെക്കൊണ്ട് സാധിക്കും. ഇതൊക്കെ ഓർക്കുമ്പോൾ പറയാൻ മടിക്കുന്നതായ ചില കാര്യങ്ങൾ പറയാതിരിക്കാൻ വയ്യ. എൻ്റെ ഹൃദയപ്രകാരം എന്ന് പറഞ്ഞതായ ബൈബിളിലെ കോട്ടാണ്. ദാവീദ് രാജാവ് മരിക്കാൻ നേരത്തെ അയാൾക്ക് കിളവനായിക്ക് നടുപോലും മുഖം കിടന്നപ്പോൾ അയാളുടെ അടുത്ത് തന്നെ കൊണ്ട് കിടത്തത് ബൈബിൾ പറയുന്നുണ്ട്. യൗവനക്കാരെയായ പെണ്ണുങ്ങളെ കൊണ്ട് പുള്ള മാറിടത്തേക്ക് കിടത്തി. ഇവൻ പോകാൻ നേരത്തും പുള്ളിയുടെ ആഗ്രഹം അവിടെയാ. അയാളുടെ മകനായിരുന്നു സോളമൻ അഥവാ സുലൈമാൻ നബി. എത്ര ഭാര്യമാരായിരുന്നു, എത്ര വെപ്പാട്ടികളായിരുന്നു അയാൾക്കുണ്ടായിരുന്നത്. നമ്മൾ ചിലപ്പോൾ ചോദിക്കുന്ന ഭാഷ, ഇയാൾക്ക് എന്താ അരയ്ക്ക് ചുറ്റും ലിംഗമുണ്ടോ ഇതിന് മാത്രം സ്ത്രീകളെ ഭോഗിക്കാൻ? അത് തന്നെയാണ് എൻ്റെ ഭാഷ. അപ്പോൾ ദൈവത്തിൻ്റെ പ്രതിപുരുഷന്മാരുടെ ദൈവത്തിന് ഇഷ്ടമുള്ളവർക്ക്, നിങ്ങളുടെ ദൈവത്തിന് ഇഷ്ടമുള്ളവർക്ക് എന്ത്, എൻ്റെ ഭാഷ മാറിപ്പോകുന്നു, ക്ഷമിക്കണം, പിതൃശൂന്യതയും കാണിക്കാം. എന്നാൽ ഒരു സ്ത്രീ, ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ പോലെ, ഒരു പുരുഷൻ ഒന്നിൽ കൂടുതൽ സ്ത്രീകളോട് കിടന്ന് ഹീസ് എ സ്റ്റഡ്, ഒരു പെണ്ണാണെങ്കിൽ ഷീസ് എ സ്ലട്ട് എന്ന് പറഞ്ഞതുപോലെ സ്ത്രീയെ മാത്രം എന്തുകൊണ്ട് വിവേചനം? അപ്പം നിങ്ങൾ എന്തിന് മതഭേദങ്ങൾ ഉണ്ടാക്കി? നിങ്ങളുടെ ലൈംഗിക അരാജകത്വം മറച്ചു വെച്ച് നിങ്ങളുടെ സ്വപ്നങ്ങളും നിങ്ങളുടെ കാമചേഷ്ടകളും സാക്ഷാത്കരിക്കാൻ നിങ്ങൾ ദൈവങ്ങളെ ഉണ്ടാക്കി കൂട്ടുപിടിച്ചു, നിങ്ങൾ മതങ്ങളെ ഉണ്ടാക്കി കൂട്ടുപിടിച്ചു, നിങ്ങൾ മതഭേദങ്ങളെ ഉണ്ടാക്കി കൂട്ടുപിടിച്ചു. ഇതാണ് മതഭേദങ്ങളുടെ യാഥാർത്ഥ്യം എന്ന് പറയാൻ എനിക്കൊട്ടും മടിയില്ല. ചിന്തിക്കുന്നവരെ ഒന്ന് റിലാക്സ് ചെയ്തിരുന്ന് ചിന്തിച്ചാൽ വളരെ ഉപകാരമായിരിക്കും. നിങ്ങൾ ചോദിക്കും, ഇവിടെ മതങ്ങളുള്ളത് കൊണ്ട് സാൻമാർഗീയത കൂടുതൽ? ഇല്ല, സാൻമാർഗീയത ഒന്നും കൂടാനൊന്നുമില്ല, ഒന്നും കൂടുന്നുമില്ല, കുറയുന്നുമില്ല. ആ പങ്ക്തികൾ നമുക്ക് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ചിന്തിക്കാവുന്നതാണ്. എന്താണ് ഇസ്ലാം മതം മുമ്പോട്ട് വയ്ക്കുന്ന പ്രൊമോഷൻ? ഇസ്ലാമിൽ ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു മതവിശ്വാസി മരിച്ചു ചെന്നാൽ അവന് എന്ത് കൊടുക്കുമെന്നാണ് അള്ളാഹു ഖുറാനിൽ പറഞ്ഞിരിക്കുന്നത്? 72 സുന്ദരികളായ പെൺകുട്ടികളെ, സ്ത്രീകളെ, അവരെക്കുറിച്ച് ഡിസ്ക്രിപ്ഷൻസ് ഒക്കെ ഉണ്ടാകണം. ആരുടെ തൂങ്ങിയിട്ടില്ല, അത് തൂങ്ങിയിട്ടില്ല, ഇത് തൂങ്ങിയിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. വാസ്തവത്തിൽ അതിൽ നിന്ന് തന്നെ അറിയാമല്ലോ, അള്ളാഹു ഈസ് എ സെക്സ് പെർവെർട്ട്. അത് പറയാനായിട്ട് ഒരു ലജ്ജയും എനിക്കില്ല. രണ്ടാമതൊരു വിഷയം, അവിടെ മദ്യം ഒഴുകുന്ന അരുവികള് കൊച്ചു ബാലന്മാർ. അപ്പോൾ അറിയാം, ശരിക്കും കോഴിക്കോട് ആ ഭാഗവുമായിട്ട് ബന്ധമുള്ളവർക്കറിയാം അവരുടെ ആ ഫെറ്റീഷ്, അവരുടെ കാമചേഷ്ടകളിൽ അവർക്ക് താല്പര്യമുള്ള ചില വിവരങ്ങളാണ് കൊച്ചു ആൺപിള്ളേരുമായിട്ടുള്ള ആ ലൈംഗിക വീഴ്ചകൾ. ഇത് കൊടുക്കുന്ന ദൈവം, കൂട്ടിക്കൊടുക്കുന്ന ദൈവം എന്ത് മാന്യത അർഹിക്കുന്നുണ്ടെന്നാണ് നിങ്ങൾ പറയുന്നത്? അവിടെ മദ്യമുണ്ട്, പെണ്ണുണ്ട്, ഇതും വെച്ചുകൊണ്ട് അള്ളാഹു കാത്തിരിക്കുകയാണ് കൂട്ടിക്കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു ദൈവത്തെക്കുറിച്ച് അല്ലെങ്കിൽ അങ്ങനെ ഒരു മതത്തിൽ നിങ്ങൾ പറയുകയാണ് അതിൽ ധാർമ്മികതയുണ്ട്, സ്നേഹമുണ്ട്, സമാധാനമുണ്ട്, നിങ്ങൾ ഇങ്ങോട്ട് പോരെ എന്ന് പറയുന്നത് എവിടെ കൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാക്കില്ല. അതിലെന്ത് ന്യായമുണ്ട്? ഞങ്ങൾ മതവിശ്വാസികളായതുകൊണ്ട് ഇവിടെ അധർമ്മം കൂടുതൽ പെരുക്കുന്നു, നിങ്ങൾ മതവിശ്വാസികളായതുകൊണ്ട് മാത്രമേ ഇവിടെ അധർമ്മം ഉണ്ടാകുന്നുള്ളൂ. അല്ലെങ്കിൽ പ്രപഞ്ചത്തിന് ഒരു നടത്തിപ്പുണ്ടായിരുന്നു, ആ നടത്തിപ്പിൽ കൂടി മാത്രം പോയിക്കൊള്ളുമായിരുന്നു ഈ പ്രപഞ്ചം അല്ലെങ്കിൽ ഈ ലോകം. ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടേതായ വഴികൾ, അതായത് പരന്നൊഴുകുന്ന ഒരു ആറ്, ഒരു നദി, അത് സ്വതന്ത്രമായിട്ട് ഒഴുകിപ്പോയി പോകേണ്ടതാണ്. നിങ്ങൾ എന്ത് ചെയ്തു? ചെറിയ ചെറിയ ചാനലുകൾ വെട്ടി ആ നദിയെ വഴി മാറ്റിക്കൊണ്ടുപോയി. അതുപോലെ പ്രപഞ്ചത്തിൽ നിലനിന്നിരുന്നായ സത്യങ്ങളെ വളച്ചൊടിച്ച് നിങ്ങൾ മതങ്ങളും മതദൈവങ്ങളെയും ഉണ്ടാക്കി നിങ്ങൾ നിങ്ങളുടെ സ്വാർത്ഥമായ ഇഷ്ടങ്ങൾ സാധീകരിക്കാൻ ഉപയോഗിക്കുന്നു. തമ്മിൽ കണ്ടാൽ കഴുത്ത് കൊട്ടാൻ പറയും. ഞാൻ അവർക്ക് മിക്കവാറും നിങ്ങൾ ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലും ഇഷ്ടം പോലെ കേട്ടിട്ടുള്ളതാണ്. എന്താണ് ഖുറാൻ്റെ ആഹ്വാനം?
ഖുർആന്റെ ആഹ്വാനം ഇസ്ലാം മതത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള എല്ലാ ഭരണത്തിൻ്റെയും ആഹ്വാനം എന്താണ്? ഇസ്ലാം അല്ലാത്ത വിശ്വാസികളെ കഴുത്ത് വെട്ടിയേക്കുക. അതിന് സംശയമൊന്നുമില്ല, അതിനകത്ത് എഴുതിയിട്ടുണ്ട്. എൻ്റെ കിടപ്പുണ്ട്, റെഫറൻസ് ഒന്നും ഞാനിപ്പോൾ എടുത്തു തരുന്നില്ല. ആരെങ്കിലും മെസ്സേജ് ചെയ്തത് ഞാൻ അവർക്ക് അയച്ചു തരാം. എൻ്റെ ഖുർആൻ്റെ ആ കോട്ട്സ് എല്ലാം കിടപ്പുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് പറയാൻ സാധിക്കും? ഇത് സമാധാനത്തിൻ്റെ മതമാണ്, ഇത് ശാന്തിയുടെ മതമാണ്, ഇത് സ്നേഹത്തിൻ്റെ മതമാണ്. ആരോട്? അതെ, എനിക്ക് സമാധാനത്തിൻ്റെ മതമാണ്, എനിക്ക് ശാന്തിയുടെ മതമാണ്, എനിക്ക് സ്നേഹത്തിൻ്റെ മതം, നിങ്ങൾക്കല്ല. അത് ഓർക്കണം. രണ്ടാമതൊരു വ്യക്തിയല്ല, ഫസ്റ്റ് പേഴ്സൺ ഓൺലി ഇൻവോൾവ് ഇൻ ദിസ് പർട്ടിക്കുലർ ആക്ടിവിറ്റീസ്. എൻ്റെ സ്വാർത്ഥമായ സ്നേഹത്തിന്, എൻ്റെ സ്വാർത്ഥമായ നിലനിൽപ്പിന്, എൻ്റെ സ്വാർത്ഥമായ സമാധാനത്തിന്, എൻ്റെ സമാധാനം കൊണ്ട് നിങ്ങൾ സമാധാനക്കേട് ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളത് ഇവിടെ നിങ്ങൾ നോക്കുന്നില്ല, നിങ്ങളതിനെ വിലയിരുത്തുന്നില്ല. നിങ്ങൾക്ക് സ്ത്രീ എന്ന് പറയുന്ന കളിപ്പാട്ട്, ഒരു പ്രശ്നം ജനിക്കുമ്പം മുതലേ തലയിൽ ഇങ്ങനെ പറഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ, ബ്രെയിൻ വാഷ് ചെയ്ത് ഓട്ടോ സജഷൻ. ഞാൻ പണ്ടൊരിക്കൽ പറഞ്ഞതാണ്, നമ്മൾ ഹിപ്നോട്ടിസം പഠിക്കുമ്പോൾ പറയുന്നൊരു സംഭവമുണ്ട്. ഓട്ടോ സജസ്റ്റ്. ഇവൾക്ക് ജനിക്കുമ്പോൾ മുതലേ ഇവൾക്ക് പരിമിതികളാണ്. നീ പെണ്ണാണ്, നിന്റെ ശബ്ദം വെളിയിൽ വരരുത്, നീ തലയിൽ തുണി ഇട്ടുകൊണ്ടേ പോകാവൂ, നീ പുരുഷനോട് സംസാരിക്കരുത്, നീ അങ്ങനെ വേണം, നീ ഇങ്ങനെ വേണം, നിനക്ക് അശുദ്ധിയുണ്ട്, നിനക്ക് ബലഹീനതയുണ്ട്. ഞാൻ ഇപ്പോഴും ചോദിക്കുന്നു, ഒരു സ്ത്രീ ചെയ്യുന്ന പല കർമ്മങ്ങളും ചെയ്യാൻ ഒരു പുരുഷനെ കൊണ്ട് സാധിക്കില്ല. അപ്പോൾ സ്ത്രീയും പുരുഷനും പ്രപഞ്ചത്തിൽ തുല്യരാണ്. സ്ത്രീയെ ചൂഷണം ചെയ്യുക, അത് കഴിഞ്ഞു. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന കഥയിൽ നിന്ന് സ്വല്പം മാറി. സോളമൻ ചക്രവർത്തി എത്ര ഭാര്യമാരായിരുന്നു, എത്ര വെപ്പാട്ടികളായിരുന്നു. ചിലർ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്ത് മാന്യതയിലാണ് നിങ്ങൾ ഈ ചേഷ്ടകളൊക്കെ കാണുന്നത്? നിങ്ങൾക്ക് ബോധമുണ്ടോ? യഹൂദ ഗ്രന്ഥമായ തോറായിൽ ആദ്യത്തെ പുസ്തകത്തിൽ ലോത്ത് തൻ്റെ സ്വന്തം രണ്ട് പെൺമക്കളുമായിട്ട് ലൈംഗിക വീഴ്ച നടത്തിയ വിവരം ഓപ്പണായിട്ട് പറയുന്നുണ്ട്. ആദ്യത്തെ സൃഷ്ടിയായ ആദാമും ഹവ്വായും രണ്ട് ആൺമക്കളും ഉണ്ടായുള്ളൂ. അവരെങ്ങനെയാണ്, ഏത് പ്രൊക്യൂർമെൻറ്റിൽ കൂടിയാണ് പിന്നെ വംശാവലി ഉണ്ടായെന്നുള്ള വിവരത്തെക്കുറിച്ച് പറയുന്നില്ല. അവിടെ ഇൻസെസ്റ്റ് നടക്കാൻ മാത്രമേ ഉള്ളൂ സാധ്യത. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ പഠിക്കുന്നുണ്ട്, യഹൂദയുടെ കുടുംബത്തിൽ ചേർന്ന താബോറിൻ്റെ കഥ. ഇങ്ങോട്ട് വരുമ്പോൾ ഉടനീളം മാന്യമല്ലാത്ത ലൈംഗിക വീഴ്ചകൾ പറയുന്നതായ മതഗ്രന്ഥങ്ങളിൽ നിന്ന് കൊണ്ട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് മാതാവിനെയോ സഹോദരിയോ ഒക്കെ ജീവിത പങ്കാളിയാക്കിയോ അല്ലെ അവരുമായിട്ട് ലൈംഗിക സുഖം നിങ്ങൾക്ക് പങ്കെടുക്കുന്നതല്ലേ നിങ്ങളുടെ മാന്യം ചോദിക്കാറുണ്ട്. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ നിങ്ങൾക്ക്? ഇസ്ലാമിനെ ബാധകമാണ് ആദ്യത്തെ 5 പുസ്തകം. ഉൽപ്പത്തി പുറപ്പാട് ലേവ്യ സംഖ്യ ആവർത്തനം ബാധകമാണ്. നിങ്ങൾക്ക് പറയാമോ? നിങ്ങൾക്ക് പറയാമോ നടന്നില്ല എന്നുള്ള വിവരം? എന്ത് വ്യക്തിത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ചോദിക്കുന്ന യുക്തിവാദികളോട് നിങ്ങൾക്ക് ഇതിൽ എന്ത് മാന്യതയാണെന്ന് ചോദിക്കുന്നു? നിങ്ങൾക്ക് പറയാമോ നിങ്ങൾ സ്ത്രീക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്നുണ്ടെന്ന് ഇസ്ലാം മതത്തിലെ ഏതെങ്കിലും ഒരു വ്യക്തി പറയുന്നത്? നിങ്ങൾക്ക് പറയാം. കാരണം വെച്ചാൽ നിങ്ങൾ പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുന്ന ഒരു തത്തയെ കൂട്ടിലിട്ട് വളർത്തിയാൽ അതിനെ പറഞ്ഞു കൊടുക്കുന്ന വാക്കുകൾ മാത്രമേ അതിന് പറയാനാവുള്ളൂ. അതിന് സ്വന്തമായിട്ടൊരു വാചകം ക്രിയേറ്റ് ചെയ്ത് പറയാൻ അതിനെ കൊണ്ടാവില്ല. അതുപോലെയാണ് നിങ്ങൾ സ്ത്രീകളെ അടിച്ചമർത്തി വളർത്തുന്നത്. മുഹമ്മദിന് എത്ര ഭാര്യമാരായിരുന്നു? 11 എന്ന് പറയുന്നുണ്ട്, 20 എന്ന് പറയുന്നുണ്ട്, 40 എന്ന് പറയുന്ന ഭാഗങ്ങൾ വരെ ഞാൻ കണ്ടിട്ടുണ്ട് പലയിടത്തും. ശരിയാണെന്ന് എനിക്കറിയാം. ഒന്നിലധികം ഒരു 11 കറക്റ്റായ സംഭവങ്ങൾ അതിന് മുകളിലോട്ടേ ഉണ്ടായിരുന്നത്. പിന്നെ പുള്ളിക്ക് അടിമകളും അടിമ സ്ത്രീകളെയൊക്കെ കൈകാര്യം ചെയ്തതിനെക്കുറിച്ചൊക്കെ വളരെ ഓപ്പണായിട്ട് ഈ സോഷ്യൽ മീഡിയയിൽ സംസാരിക്കുന്നുണ്ട്. എന്നെക്കാളൊക്കെ ആ മതത്തെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയാവുന്നവർ പറയുന്നത്, അവരെ ഓരോ ആയത്തും ഓരോ സുറായും ഓരോന്നും എടുത്ത് കോട്ട് ചെയ്തിട്ട് ഇത്രാം പേജ് ഇത്രാമത്തെ വാക്യം എന്ന് പറഞ്ഞിട്ട് അവർ പറയുന്നുണ്ട്. നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ഇനി ആ മതം സമാധാനത്തിൻ്റെ മതമാണ്, സ്നേഹത്തിൻ്റെ മതമാണ്. നിങ്ങളുടെ അള്ളാഹുവിൽ വിശ്വസിക്കാത്തവരെ കൊന്നുകളയാൻ ആഹ്വാനം ചെയ്യുന്നത് സ്നേഹത്തിൻ്റെ മതമാണെങ്കിൽ, ഞാൻ പണ്ടൊരിക്കൽ ഒരു കഥ പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്.
ഒരു ബ്ലഡ് ക്യാൻസർ പിടിച്ചൊരു കുട്ടിയെ മദർ തെരേസ വിസിറ്റ് ചെയ്യാനിടയായി. അപ്പോൾ കൊച്ചിന് വേദന വരുമ്പോൾ കൊച്ചി കരയും. കരഞ്ഞപ്പോൾ മദർ തെരേസ പറഞ്ഞു, മോനെ കരയരുത്, ജീസസ് കിസ് ചെയ്യുമ്പോഴാണ് എനിക്ക് വേദന. യു ടെൽ യുവർ സ്റ്റുപ്പിഡ് ജീസസ് നോട്ട് ടു കിസ് മീ എനിമോർ. നിന്റെ ആ മറ്റേ ജീസസിനോട് പറ എന്നെ കിസ് ഇനി ചെയ്യണ്ടെന്ന് പറ എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾ ബാക്കി പൂരിപ്പിച്ചാൽ മതി നിങ്ങളുടെ മതത്തെക്കുറിച്ച് നിങ്ങൾ സംസാരിക്കുമ്പോൾ. എനിക്കൊരു മതത്തോടും വെറുപ്പില്ല, വൈരാഗ്യമില്ല. പക്ഷെ നിങ്ങൾ ന്യായീകരിക്കുമ്പോൾ, നിങ്ങൾ പറയുമ്പോൾ, പെരുമാറുമ്പോൾ എത്രമാത്രം യുക്തിയുണ്ട്, എത്രമാത്രം സത്യമുണ്ട്, നിങ്ങൾ എത്രമാത്രം നിങ്ങളെ വഞ്ചിച്ചാണ് സംസാരിക്കുന്നത് എന്നുള്ള വിവരം നിങ്ങളൊന്ന് വിലയിരുത്തിയാൽ കൊള്ളാമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഈ എപ്പിസോഡ് കഴിയുമ്പോൾ എനിക്കറിയാം, പിന്നെ എനിക്ക് പൊങ്കാലയൊക്കെ ഇഷ്ടം പോലെ വരും. എനിക്കതിന് ഭയമൊന്നുമില്ല. ഞാൻ പറഞ്ഞത് ഇപ്പം ഞാനത് വഴി ഇറങ്ങി നടക്കാറുമുണ്ട്. എനിക്ക് അതിനും പേടിയൊന്നുമില്ല. പക്ഷേ പറയാനുള്ളത് പറയാതിരുന്നാൽ അത് ശരിയാവില്ല. എന്നെ ഈ ഭൂമിയിൽ ഭരമേൽപ്പിച്ചിരിക്കുന്ന ഒരു കാര്യം ഒരു ദൈവമല്ല കേട്ടോ, പ്രപഞ്ചം. എനിക്ക് ഒരു ജന്മം ഈ ഭൂമിയിൽ തന്നപ്പോൾ എന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ഒരു കാര്യം, അത് ഞാൻ എൻ്റെ ആ ദൗത്യം നിറവേറ്റുന്നു എന്ന് മാത്രമേ ഞാൻ കണക്കാക്കുന്നുള്ളൂ. സ്വാർത്ഥത, വൈരാഗ്യം, കുബുദ്ധി, തട്ടിപ്പ്, ഇതിൻ്റെയൊക്കെ പര്യായമായിട്ട് മാത്രമേ എനിക്ക് ഖുറാനിലെ പല കാര്യങ്ങളും കാണാൻ സാധിക്കുകയുള്ളൂ. സംശയമുള്ളവർ ചോദിച്ചാൽ ഞാൻ അവർക്ക് ചില യൂട്യൂബിലെ അല്ലെങ്കിൽ പ്രസിദ്ധമായ ചിലത് ലക്ഷക്കണക്കിന് ആൾക്കാർ വാച്ച് ചെയ്ത് അതിനെക്കുറിച്ച് ഒരു നെഗറ്റീവായ കമൻറ്റ് എഴുതാത്തതായ വളരെയധികം ഇന്നോട് ചേർക്കണം, എഴുതാത്തതായ ചില ലിങ്കുകൾ ഞാൻ അയച്ചത് നിങ്ങളത് കേൾക്കേണ്ടി വരും. വിഷ്ണു പറഞ്ഞത് തെറ്റാണെന്ന് പറയാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കും, എളുപ്പമാണ്. പക്ഷെ വിഷ്ണു പറഞ്ഞത് ശരിയാണെന്ന് നിങ്ങൾ വിശ്വസിക്കണമെങ്കിൽ ഒരല്പം സ്പീഡ് വർക്ക് അതിന് ചെയ്യണം. നിങ്ങൾ മമ്മട്ടി എടുത്തുനിന്ന് വെട്ടിമാന്തി നോക്കിയിട്ട് നിങ്ങൾ സമർത്ഥിക്കണം അയാൾ പറഞ്ഞതിനകത്ത് ഇന്നതുപോലെ ശരിയാണോ എന്നോ തെറ്റാണോ എന്ന്. ഒരു കണ്ണടച്ചിരുട്ടാക്കി ഒരിക്കലും നമുക്ക് ജീവിക്കാനാവില്ല. പറയുന്നതിൽ മാന്യതകൾ, ചെയ്യുന്നതിൽ മാന്യതകൾ. നമ്മൾ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ എന്താണ് പറയുന്നത്? ഇസ്ലാം മതമല്ലാതെ വേറൊരു മതം സ്വീകരിക്കുന്നതിനെ കൊല്ലുക, വേറൊരു മതം ഈ ഭൂമിയിൽ ഉണ്ടാകാൻ പാടില്ല. ഇപ്പോഴും ശ്രമിക്കുന്നത് എന്തിനാണ്? IS എന്ന് പറയുന്ന സംഘടന എന്തിനു വേണ്ടിയാണ് ശ്രമിക്കുന്നത്? എന്താണ് അവരുടെ ദൗത്യം? സഹജീവിയുടെ കഴുത്ത് വെട്ടുക. അതാണോ നിങ്ങളുടെ മാനവീയത? അതാണോ നിങ്ങളുടെ മനുഷ്യത്വം? നിങ്ങളുടെ ജനാധിപത്യം എന്ന് പറയുന്നത് അതാണോ? പരസ്പരം ധാരണയോടുകൂടി, സ്നേഹത്തോടുകൂടി, ഐക്യദാർഢ്യത്തോടുകൂടി ജീവിക്കാൻ സാധിക്കുന്നതാണ് മാനവീയതയും ജനാധിപത്യവും എല്ലാം തന്നെ. മനുഷ്യത്വമൊക്കെ ഇതിനകത്ത് പെടുന്നതാണ്. അതിന് വേറെ ആരെയും നമ്മൾ കൂട്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞു വന്നത് ഇത് കൂടാതെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറയാത്ത ഒരു വിവരം പറയാം. ഇതിനകത്തെ ചില ന്യായീകരണങ്ങൾ. ഒരു മനുഷ്യൻ, ഞാൻ ഇസ്ലാം മത വിമർശനം എന്ന ഗ്രന്ഥത്തെക്കുറിച്ചും ഇസ്ലാം മത വിമർശനത്തിൻ്റെ ചില ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തപ്പോൾ പഠിച്ചതാണ്. അതിനകത്തെ ഒരു ഭാഗം ഖുറാൻ, മദ്ഹബുകൾ 6 ഇത് കൂടാതെ ഒരു 4 ഖുറാൻ 6 ഹദീസുകൾ, ക്ഷമിക്കണം എൻ്റെ വായിൽ നിന്ന് വന്നൊരു തെറ്റാണ് മദ്ഹബ് എന്ന് പറഞ്ഞത്. ഖുറാൻ 6 ഹദീസുകൾ, 4 മദ്ഹബുകൾ. ഈ മദ്ഹബുകളെ കുറിച്ച് ഉള്ള വിവരം അന്വേഷിച്ചപ്പോൾ എനിക്ക് വളരെ രസകരമായിട്ട് തോന്നി. അതിലെ 4 ഇമാമന്മാരുടെ അഭിപ്രായങ്ങളാണ്. അതിൽ 4 സ്വീകരിക്കണം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയ ഇസ്ലാം മതത്തിൻ്റെ തത്വം. ഹനഫി എന്ന മദ്ഹബ് പറഞ്ഞിരിക്കുന്നു നിങ്ങൾക്ക് മദ്യം ഉപയോഗിക്കാം. 2 മാലക്കി എന്ന് പറയുന്നതായ ഒരു ഇമാം പറഞ്ഞിരിക്കുന്നു നിങ്ങൾ പട്ടി ഇറച്ചി തിന്നുന്നത് നിഷിദ്ധമല്ല, അപ്പോൾ ഇറച്ചി തിന്നാം. 3 ഒരുവിധമായ രൂപങ്ങളോ ചിത്രങ്ങളോ പ്രതിമകളോ ഉണ്ടാക്കരുതെന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ വിശ്വാസം. ഹംബലി മദ്ഹബിൽ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് രൂപം ഉണ്ടാക്കാം. അപ്പോൾ നിങ്ങൾക്ക് ദൈവത്തിന് വേണമെങ്കിൽ രൂപം ഉണ്ടാക്കാം. അവിടെ അനുമതിയാണ്, പൂർണ്ണ അനുമതിയാണ്. 4ാമത്തെ കക്ഷിയുടെ പേര് ഷാഫി. ഈ ഷാഫി ഇമാം പറഞ്ഞിരിക്കുന്നത് കേട്ട് കഴിഞ്ഞപ്പോൾ വാസ്തവത്തിൽ ഈ മാനവീയതയും മൊറാലിറ്റി പറയുന്നതായ ഇസ്ലാം മത വിശ്വാസികളോടുള്ള എൻ്റെ ചോദ്യം,
സ്വന്തം ബീജത്തിൽ ഒരു സ്ത്രീയിൽ, അന്യ സ്ത്രീയിൽ, അതായത് വിവാഹ ഇതര ബന്ധത്തിൽ ജനിച്ച ഒരു സ്ത്രീയിൽ ഒരു പെൺകുട്ടി ജനിച്ചാൽ ആ കുട്ടിയെ വിവാഹം കഴിക്കാം. അതാണ് ഷാഫി മദ്ഹബ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് എന്ത് മാനവീയതയാണ് പറയാനുള്ളത്, നിങ്ങൾക്ക് എന്ത് മൊറാലിറ്റിയാണ് പറയാനുള്ളതെന്ന് ഞാൻ നിങ്ങളോട്. സ്വന്തം മകളുടെ കൂടെ ക്ഷയിക്കാമെന്നോ? അപ്പോൾ പ്രശ്നം ഇവിടെ ഒന്നും അല്ല കിടക്കുന്നത്. പ്രശ്നം കിടക്കുന്നത് വാസ്തവത്തിൽ നമ്മൾ ഖുറാൻ്റെ ഡീറ്റെയിൽസ് പഠിക്കാൻ വലിയ രസമാണ്. അള്ളാഹു ഉള്ള ബ്ലഡ് റിലേഷൻ, ഡയറക്റ്റ് ബ്ലഡ് റിലേഷനുള്ള പെൺകുട്ടികളെ എല്ലാം വിവാഹം കഴിക്കാനായിട്ട് മറുപടി ശയിക്കാനായിട്ട് മുഹമ്മദിന് പെർമിഷൻ കൊടുത്തിട്ടുണ്ട്. അച്ഛൻ്റെ ജ്യേഷ്ഠൻ്റെ മകൾ, അനിയൻ്റെ മക്കൾ, അമ്മാവൻ്റെ മക്കൾ, അമ്മയുടെ എഴുത്തിൻ്റെ മക്കൾ, അമ്മയുടെ അനിയത്തിൻ്റെ മക്കൾ, അങ്ങനെ പലർക്കും. അപ്പോൾ ഇതിനകത്ത് രസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലൈംഗികം എന്നതായ ഒരേ ഒരു വലിയ സംഭവമാക്കി ഇവരെ അതിനെ മതം എന്ന് പറയുന്ന ഒരു ജാറിനകത്താക്കി അതിനകത്ത് ശർക്കരയും തേങ്ങയൊക്കെ ഇട്ടിട്ട് കോരി കൊടുക്കുകയാണ്. കഴിച്ചോളൂ, നിങ്ങൾ തിന്നോളൂ. ഇപ്പോൾ വായു വെക്കുമ്പോൾ ഇത് മധുരമാണ്. ശർക്കരയും തേങ്ങായുള്ള വായു രുചിക്കുന്നത്. ഇതിനകത്തിരിക്കുന്ന വിഷം, ഈ മതത്തിനകത്ത് തത്വങ്ങൾ എന്നതായ വിഷം നിങ്ങൾ അറിയാതെ നിങ്ങൾ കഴിക്കുകയും നിങ്ങൾ അതിനെ പരിപോഷിപ്പിക്കുകയാണ് ചെയ്യുന്നത്. കഴിക്കും തോറും വീണ്ടും രുചിയാണ്, വീണ്ടും കഴിച്ചു. എനിക്ക് വാസ്തവത്തിലുണ്ടല്ലോ, ഈ മൊറാലിറ്റിയുടെ കാര്യം പറയാൻ വരുന്ന സഹോദരന്മാർ, ഇസ്ലാം മത വിശ്വാസികൾ, ഒന്ന് ചിന്തിച്ചിട്ട് എന്നോട് മറുപടി പറഞ്ഞാൽ മതി. എനിക്ക് അക്കാര്യത്തിൽ രണ്ടാമതൊരു ചിന്ത ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെ തുറന്നു പറഞ്ഞത്. കാരണം ഉള്ളതുപോലെ തുറന്നു പറയുന്നൊരു സ്വഭാവക്കാരനാണ് ഞാൻ ഈ പന്തി അധികം ദീർഘിപ്പിക്കുന്നില്ല. നിങ്ങൾ എന്നെ കേട്ടതിന് വളരെയധികം നന്ദിയുണ്ട്. ഞാൻ അടുത്ത പന്തി വൈകാതെ തുടങ്ങുന്നതാണ്. എന്നെ കേൾക്കുന്നവർ ദയവായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തി പ്രോത്സാഹിപ്പിക്കണമെന്ന് ഞാൻ വിനീതമായി നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. എനിക്ക് വേണ്ടി നിങ്ങൾ ചെലവഴിച്ച സമയത്തിന് നിങ്ങളും ഞാനും കൂടി എൻ്റെ ചിന്തകളെ പങ്കിടാൻ നിങ്ങൾ എനിക്കൊരു അവസരം തന്നതിനും ഞാൻ നിങ്ങളോട് നന്ദി പറഞ്ഞുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. വിഷ്ണുപുത്രിക്ക് വേണ്ടി, ലോജിക് മൈൻഡിന് വേണ്ടിയും വിഷ്ണു മായമ്മ. നമസ്കാരം.